പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. എന്തായാലും എഗ് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കോവളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, നമ്മുടെ ലോകപ്രസിദ്ധമായ സ്ഥലമാണ് കോവളം. ആ കോവളത്തിനടുത്ത് ഒരു വീട്ടിൽ 2 ദിവസം കൊണ്ട് വിളിക്കുന്ന ഒരു മാളത്തിനകത്തൊരു പാമ്പിരിക്കുന്നു. അപ്പോൾ ഈ മാളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒഴിയും. കാരണം മാളം എന്ന് പറയുമ്പോൾ മാളങ്ങളിൽ അവർക്കുള്ളതാണ്, പിന്നെ പാറക്കെട്ടുകളാണ്, അതിന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാനങ്ങ് ഒഴിയും. അത് എനിക്കത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു പാമ്പിനെ പറമ്പിൽ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുകയും, ഞാനപ്പോൾ പറഞ്ഞ സുഹൃത്തെ പറമ്പിലാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കാൻ, ഞാൻ വരുമ്പോൾ അത് പോകുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ ചോദിച്ച മറുപടി, പിന്നെ എന്തിനാണ് നമ്പർ കൊടുത്തിരിക്കുന്നു എന്നാണ്. ഓർത്ത് വെക്കുക, ഈ നമ്മുടെ പ്രേക്ഷകർ ഓർത്ത് വെക്കുക, എന്നെപ്പോലുള്ള ആൾക്കാരുടെ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത് പാമ്പിനെ പിടിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും പറമ്പിൽ പോയി പാമ്പിനെ പിടിക്കാനൊന്നുമല്ല. അത്യാവശ്യ ഘട്ടങ്ങൾ വീട്ടിനകത്തോ കിണറ്റിലോ അങ്ങനെ അപകട സന്ധിയിൽ വരുമ്പോൾ ആണ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സഹായം നിങ്ങൾ തേടേണ്ടത്. പറമ്പിൽ കൂടെ ഒരു പാമ്പ് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞങ്ങളെപ്പോലുള്ളവരെ അല്ലെങ്കിൽ പാമ്പുകളെയോ അല്ലെങ്കിൽ അതിഥികളെയോ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എന്തായാലും ആ സുഹൃത്തിനോടുള്ള മറുപടിയും കൂടിയാണ് ഇതൊന്നും കൂടി ഓർത്തു വെക്കുക. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി, നമുക്ക് ഈ തൊട്ടടുത്താണ് വീട്. നല്ല അന്തരീക്ഷം, നല്ല തണുപ്പ്. ഈ കോളമാണെങ്കിലും ഇവിടെ നല്ല തണുത്ത ആലും ഒക്കെ നിൽക്കുന്ന സ്ഥലം, നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. എന്നാൽ പുറത്ത് നല്ല ചൂടാണ്. എന്നാൽ നമ്മൾ ഈ മനോഹരമായ സ്ഥലത്തേക്ക് എത്തി, നമുക്ക് ആ സ്ഥലത്ത് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരാണ് നമ്മുടെ അതിഥി എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വിവാദ നായകനിരിക്കുന്ന സ്ഥലത്തെത്തി, അല്ലെങ്കിൽ നായിക ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ്. ഈ കാണുന്ന ഈ വലിയ മതിലിൻ്റെ താഴെ ഒരു ചെറിയ അല്ലെങ്കിൽ ഹോള് എല്ലാം ഉണ്ട്. ആ ഹോളിനകത്തൊരു പാമ്പ് ഇങ്ങനെ കൂടെ തലയിടുന്നു, അല്ലെങ്കിൽ അതിഥി തലയിടുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോഴേ ഞാൻ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ഇന്നലെ ഉച്ചോട്ട് വിളിക്കുകയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, മാഡം മതിൽക്കെട്ടിനടുത്താണെങ്കിൽ ആ മതിലിലേക്ക് കണക്ഷൻ. ഞാൻ ഒത്തിരി ഇന്നലെ തന്നെ തിരുവല്ലയിലും അല്ലപ്പള്ളിയിലും ചെറുന്നൂരും ഒക്കെ രാത്രി വെളുക്കുന്ന വരെ മതിൽ കൊടുപ്പായിരുന്നു. അപ്പം ഇത് നമുക്കറിയാം മതിലിൻ്റെ അടുത്തുള്ള ഹോളുകൾ. അതുപോലെ ഇതിപ്പോൾ പറമ്പ് കാട് കയറി കിടക്കും. ഇപ്പോൾ ഈ പാമ്പിനെ കണ്ടിട്ട് മുകളിൽ താമസിക്കുന്നവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് താഴേക്ക് ഒത്തിരി പറമ്പും ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കിടക്കണം. അപ്പോൾ അവന് ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയണം. കാരണം ഇത് ഈ നാട്ടിൽ കിടക്കുന്ന കാട്ടിൽ കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അല്ലാത്ത പറമ്പിൽ കിടക്കുന്ന പാമ്പുകളെന്നും പിടിച്ച് നമുക്ക് കാട്ടിക്കൊണ്ട് വിടാൻ കഴിയില്ല. സംരക്ഷിക്കുക എന്നാൽ വീട്ടിനകത്തോ അങ്ങനെ അപകടസന്ധിയിൽ പെട്ടാൽ മാത്രമേ ഇവയെ പിടിച്ച് മാറ്റാൻ പാടുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ എല്ലാവരും എവിടെ പാമ്പിനെ കണ്ടാലും വിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ ഈ അതിഥി ഇവിടെ ഒന്ന് അല്പം ഒന്ന് മാന്തി നോക്കാം, അല്ലെങ്കിൽ വെട്ടി നോക്കാം, അല്ലെങ്കിൽ ഇളക്കി നോക്കാം ഇതിനകത്ത് ഉണ്ടോ എന്ന്. എന്തായാലും എൻ്റെ നല്ല സമയമാണ്. കാരണം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ മതിൽ പൊളിപ്പും കിളയിലും തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു മാളത്തിനകത്തൊരു പാമ്പിനെ കണ്ടു എന്ന് ഒരു ചെറുപ്പക്കാരൻ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. എൻ്റെ അനുസരിച്ച് നമ്മളിവിടെ വന്നു. പക്ഷേ ഈ പാറക്കെട്ടായതുകൊണ്ട്, ഈ വലിയ മതിലായതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഹോളുണ്ടാവാം, നല്ല സ്പേസ് ഉണ്ടാവാം. അപ്പോൾ അവിടെ എവിടെയോ ഇദ്ദേഹം മറഞ്ഞു. ചിലപ്പോൾ നമ്മൾ പോയി കുറേ കഴിയുമ്പോൾ വീണ്ടും അത് തലയിടാം, അപ്പോഴവർ വീണ്ടും വിളിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിനെ കിട്ടുക എന്ന് പറയുന്നത് പാടാണ്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വിടുമ്പോൾ ഇത് വീണ്ടും മാളത്തിലേക്ക് കടക്കുകയും പിന്നെ ഇതിനകത്തൊക്കെ അടുത്ത ഭാഗത്തേക്ക് പോകും. എന്തായാലും നമുക്ക് ഒരല്പം കൂടി മാളം ഒത്തിരി ഇവിടെ കൊണ്ട് തീരുന്നു മാളം, പിന്നെ അത് പാറയിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് അല്പം കുറച്ചുകൂടി മണ്ണൊന്ന് മാറ്റി നോക്കാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം എന്ന് പറയുന്നില്ല, നമ്മളിവിടുത്തെ ജോലി കഴിഞ്ഞു, അതിൽ പണി കഴിഞ്ഞു. നമ്മൾ തിളച്ച് നോക്കിയപ്പോൾ കിട്ടാൻ സാധിക്കും. കാരണം ഈ ഇടിയൊന്നും പൊളിക്കുക നടക്കാത്ത കാര്യമാണ്. കാരണം ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പേസ് ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടുത്തെ ജോലി കഴിഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലം, നമുക്ക് നമ്മുടെ
പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇവിടുത്തെ അതിഥിയെ നമുക്ക് പരിചയപ്പെടുത്താനോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനോ കഴിഞ്ഞില്ല. അടുത്ത് പുതിയ ഒരു അതിഥിക്കായി പുതിയ ഒരു സ്ഥലം അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇനി സമയം കളയുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി നമുക്ക് യാത്ര. മനോഹരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല തണുപ്പ്, നല്ല തണൽ, കുട ചൂടിയ പോലെ നിൽക്കുന്നു. നല്ല പച്ചപ്പാർന്നൊരു സ്ഥലം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, കോട്ടയ്ക്കകത്ത് തെക്കേ വശം, കോട്ടയുടെ തെക്ക് വശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല അന്തരീക്ഷമായിരുന്നൊരു സ്ഥലമാണ്. നല്ല പഴയ തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ. എന്തായാലും ഇവിടെ ഫിഷ് ടാങ്കിൽ വലയിൽ ഒരു അതിഥി വന്ന് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒരു ചെറിയ ചേരയാണെന്നാണ്. ചേര തന്നെയാണ്, അവർക്കറിയാം. അദ്ദേഹം വലയിൽ കുരുങ്ങാതിരിക്കുന്നതിന് വാലി പിടിച്ചുകൊണ്ട് നിൽക്കാമെന്നുണ്ട്. ശേഷം 2 മണിക്കൂറായി. എന്തായാലും നമ്മൾ സമയം കളയേണ്ട. നമ്മുടെ അതിഥിയെ നമുക്ക് കഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തിനെ വല മുറിച്ച് അദ്ദേഹത്തിനെ നമുക്ക് സ്വതന്ത്രനാക്കി വിടാം. ശരിയല്ലേ? കട്ട് ചെയ്തല്ലേ? അങ്ങോട്ട് കുരുങ്ങുണ്ട്. എന്തായാലും നമ്മുടെ അതിഥിയുടെ ശരീരം മുഴുവനും വലയിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കണ്ട് ഇവർക്കൊക്കെ മനസ്സിലായി ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ 1-2 സാറന്മാരതിനെ വാലിലൊക്കെ പിടിച്ച് എൻ്റെ വലയൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം രാവിലെ ഏകദേശം 2 മണിക്കൂർ മുതൽ എൻ്റെ വാലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ഇങ്ങോട്ട് കുരുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ചിന്ത, നല്ല മനസ്സ്. കാരണം ഒന്നിനെയും ഒരു ജീവിയെപ്പോഴും വേദനയെല്ലാം മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവചരാചരങ്ങളും ഭൂമിക്ക് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമുള്ളതാണ്. മനുഷ്യൻ മാത്രമാണ് സന്തുലിതാവസ്ഥയെ തകരാറിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മളധികം വേദനിപ്പിക്കുന്നില്ല. എന്നാലും നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് ചേരയാണെങ്കിൽ തന്നെ, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയും പോലെ, ചേരയാണെങ്കിൽ തന്നെയും നിസ്സാരമായിട്ട് കാണരുത്. കാരണം ചേരയ്ക്ക് വെനമില്ല എങ്കിലും ചേരയ്ക്ക് 100ഓളം പല്ലുകളുണ്ട്. നമ്മൾ അബദ്ധവശാൽ നമ്മൾ പിടിക്കുമ്പോൾ ചുണ്ട് നീണ്ട കൊക്കുകളെല്ലാം, ചുണ്ട് നീണ്ട അല്ലെങ്കിൽ ചുണ്ടിന് നീളമുള്ള പക്ഷികളെല്ലാം എയിം ചെയ്യുന്നത് നമ്മുടെ കണ്ണിലേക്കാണ്. പെട്ടെന്ന് അടിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് തെറിച്ചു പോകുന്നൊരവസ്ഥയാണ്. അതുപോലെയാണ് ചേരകളും. പെട്ടെന്ന് കടിച്ച് തിരിച്ചു വരുന്നൊരു പ്രവണതയും ചേരയ്ക്കുണ്ട്. പിന്നെ ചേര ചുറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാർ പറയും ചേര ചുറ്റിയിൽ അഴുകിപ്പോകുന്നു. അതിലെ ശുദ്ധമായ മണ്ഡലം. അദ്ദേഹം ഇത്ര 1-2 മണിക്കൂർ തന്നെ വാരി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണ്. എന്തായാലും ഈ 4 വയസ്സിന് മുകളിൽ 5 വയസ്സിനടുത്ത് പ്രായമുള്ള പെൺചേരയെ, ഫീമെയിൽ റാറ്റ് സ്നേക്കിനെ നമ്മൾ റിലീസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കെട്ടെല്ലാം റിലീസ് ചെയ്ത് ഇവിടെ തന്നെ വിടാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരിയെ, അല്ലെങ്കിൽ കുഞ്ഞു കൂട്ടുകാരിയെ നമ്മൾ ഇവിടെ തന്നെ തുറന്നു വിടുകയാണ്. ഇദ്ദേഹം ചേര നമ്മുടെ കേരളത്തിൽ അത്യപൂർവം ഒന്നുമല്ല, കോമൺ ആയിട്ട് കണ്ടുവരുന്ന, എല്ലാ വീട്ടിലും കണ്ടുവരുന്ന, നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും മുത്തശ്ശിമാരുടെയൊക്കെ കൂട്ടുകാരിയും കൂട്ടുകാരനുമായ ചേരയാണ് അദ്ദേഹം. പണ്ട് പറയും കർഷകൻ്റെ മിത്രമാണ്. ഇന്ന് കർഷകന്മാരില്ല, കൃഷിയില്ല. ഇന്ന് അമ്മമാരുള്ള സ്ഥലങ്ങളിൽ അമ്മമാർ മീനിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചെറിയുമ്പോൾ മീനിൻ്റെ വേസ്റ്റ് കഴിക്കാനായി വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയെ നമ്മൾ ഇവിടെ തന്നെ തുറന്ന്, ഇവരുടെയൊക്കെ കൂട്ടുകാരാണ്. ആ ഓഫീസിലൊക്കെ പോയി അതേ എലിയൊക്കെ പിടിച്ച് ഇവർക്ക് ഉപകാരം ചെയ്യുന്നൊരു അതിഥിയാണ്. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ഇവിടെ തന്നെ ഇവരുടെ പെർമിഷനോട് കൂടി നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറ്റി തുറന്നു വിടാം. എന്തായാലും ഈ വാലി പിടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് നമുക്കിതിന് സമ്മാനമായി കൊടുക്കാം. അദ്ദേഹം തന്നെ ഇതിന് എവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തുറന്നു വിടും.
എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും. കാരണം എന്നെയല്ല, നമ്മുടെ അതിഥിയല്ല, ഇവരെ. കാരണം ഇവർ ആ സാധു ജീവിയെ ഈ വലയിൽ കുരുങ്ങിയപ്പോൾ അതിനെ കട്ട് ചെയ്ത് രക്ഷപ്പെടുത്തണമെന്നൊരു ശ്രമം ഇവർ നടത്തി. ഇവർ ചുമ്മാ നിൽക്കുന്ന ആൾക്കാരല്ല. കാരണം ഇവർ നമ്മുടെയൊക്കെ കരങ്ങൾക്ക് ശക്തി തരുന്നുണ്ട്. നമ്മുടെ കരങ്ങളെന്ന് പറയുമ്പം ഇതുണ്ടെങ്കിലേ കരത്തിന് ശക്തി ഉണ്ടാവും. അപ്പോൾ ബാങ്ക്, SBT ബാങ്കിൻ്റെ എന്താ സ്ഥാപനം, സെൻട്രൽ അക്കൗണ്ട് ഓഫീസാണിത്. കോട്ടയ്ക്കകത്ത് തന്നെയാണ്. അനന്തവിലാസം പാലസാണ് പറയുന്നത്. അതാണ് ഞാൻ വന്നപ്പോൾ ആലോചിച്ചത്. ആ ഒരു അപാരമായൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പണിയാണ് ഇവിടെ, നല്ല വലിയ ഭീമുമായിട്ടൊക്കെ. എന്തായാലും സന്തോഷം. എന്തായാലും ഇവർക്ക് അതിനെ രക്ഷിക്കണമെന്ന് തോന്നി. ആ സാധു ജീവിയെ അല്ലെങ്കിൽ ആ സാധു ഒരു എന്താ പറയുക, നിരുപദ്രവകാരിയായ ഒരാളിനെ അവർക്ക് രക്ഷിക്കുന്നു. അവർ രക്ഷപ്പെടുത്തി. ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് അവർ വാലി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ രക്ഷപ്പെടുത്തുന്ന ഒരിക്കലും പറഞ്ഞു, ഞാൻ 2 വല മാത്രമേ കട്ടിയുള്ളൂ. അവർ തന്നെയാണ് രക്ഷിച്ചെന്നെ ഈ സ്ഥലത്ത് തന്നെ വിട്ടു. എന്തായാലും നമുക്ക് സമയം കളയാനില്ല. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്ക് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഇപ്പോൾ വാവാ സുരേഷിൻ്റെ ടീം അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീം പുതിയ അതിഥിയെ കൊണ്ടുവരുമോ, എന്നാൽ നമുക്ക് അടുത്ത പുതിയ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം.